എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്ക ഏത് നിമിഷവും ഇറാനിൽ കയറി അടിക്കും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ അമേരിക്ക ഒഫീഷ്യലായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല. 1-2 ദിവസമായിട്ട് ട്രംപ് മൗനം പാലിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഇറാനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. പക്ഷേ ഇന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇറാനിൽ കയറി അടിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഖമേനി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, അമേരിക്ക ചെയ്യട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യട്ടെ, ഞങ്ങൾ ബാക്കി നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതും എന്ത് മറുപടി നൽകണമെന്നും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നാണ് ഖമേനി പറഞ്ഞത്. ഖമേനി അങ്ങനെ പറയണമെങ്കിൽ അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അമേരിക്ക വേണമെങ്കിൽ വന്ന് അടിച്ചോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും. ഈ കോൺഫിഡൻസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അമേരിക്ക ഇറാനിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്ന ആർക്കാണെന്നറിയോ? അത് പാകിസ്ഥാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനാണ് ഇറാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഏകദേശം എത്രയോ കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്നത് ഈ പാകിസ്ഥാനായിട്ടാണ്, ഇറാൻ പാകിസ്ഥാൻ. അപ്പോൾ ഈ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെയാണ് ബലൂചിസ്ഥാനാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കക്ക് വലിയ രീതിയിൽ കണ്ണുകളുണ്ട്. അവിടുത്തെ ധാതു നിക്ഷേപം, അങ്ങനെയുള്ള എണ്ണ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അമേരിക്ക കണ്ണു വെച്ചിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അത് ഒഫീഷ്യലി അമേരിക്കയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ട്രംപിനൊരു ആഗ്രഹമുണ്ട്, ഈ ബലൂചിസ്ഥാൻ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിനാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള ചൈനീസ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്, ബലൂജ് ലിബറേഷൻ ആർമി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കാരണം പാകിസ്ഥാനെ അമേരിക്ക അത് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ ബലൂചിസ്ഥാൻ അമേരിക്കക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ. ഏകദേശം പാകിസ്ഥാൻ്റെ 41-45% ഭൂവിസ്തൃതിയുള്ളൊരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. വളരെ തന്ത്രപ്രധാനമായ ഏരിയയാണ്. അതായത് ഇറാനും ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഈ എവിടെ വേണമെങ്കിലും, മിഡിൽ ഈസ്റ്റിൽ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താൻ വേണ്ടി ഒരു ബേസ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. ഭാവിയിൽ ഇന്ത്യക്കായാലും ചൈനക്കായാലും വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അമേരിക്ക ഇറാനിൽ കയറി അടിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിം മുനീർ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ അമേരിക്ക ഇറാൻ സ്ഥിതിഗതികൾ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അമേരിക്ക ഇറാനിൽ കയറി അടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ട്രംപ് ലോകരാജ്യങ്ങളുടെ വാക്കുകൾ കേൾക്കാത്ത ഒരാളാണ്. അത് ട്രംപിൻ്റെതായ ഒരു ലൈനാണ്. അത് ലോകരാജ്യങ്ങൾ എന്ത് പറയുന്നതും അവർ ശ്രദ്ധിക്കാറില്ല. അമേരിക്കക്ക് ഇറാൻ അടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അടിക്കും. ഇൻ കേസ് അടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പാകിസ്ഥാനായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കണമെങ്കിൽ പാകിസ്ഥാൻ എന്താ ചെയ്യേണ്ടത്? അവർ വലിയ രീതിയിൽ ജനവികാരം ഉണ്ടാവും. അതായത് ഇങ്ങനൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ പൂർണ്ണമായിട്ട് അമേരിക്ക കൊടുക്കേണ്ടി വരും. പിന്നെ പാകിസ്ഥാൻ്റെ കൈവശമുള്ള പല എയർബേസുകളും വിട്ടു നൽകേണ്ടി വരും, പൂർണ്ണമായി വിട്ടു നൽകേണ്ടി വരും. അത് വലിയ രീതിയിലുള്ള, അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ അവിടെ വലിയ രീതിയിലെ ജനകീയ പ്രക്ഷോഭം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പട്ടാള മേധാവി അസിമിന് വേറെ ലക്ഷ്യം കൂടി ഉണ്ട്. അതായത് ഉടൻ തന്നെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അവിടെ ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അസിമിനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനകീയ വലിയ വലിയ പ്രശ്നങ്ങൾ, പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെ പാകിസ്ഥാനിലകത്ത് തന്നെ മൂടി വെക്കാൻ വേണ്ടിയിട്ട്, കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാമെന്നാണ്. അത് കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നമോ മറ്റേ പൊളിറ്റിക്കൽ ഇഷ്യൂസോ ഈ സൈനിക തലത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യില്ലെന്ന് വെച്ചാൽ ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്യും. ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു വികാരം ആളിക്കത്തിക്കും പാകിസ്ഥാനിൽ മൊത്തം. എന്നിട്ട് അതിനെ തടയിടും. ഇവിടെ നമ്മുടെ CPM പിണറായി വിജയനൊക്കെ ചെയ്യുന്നതാണെന്നില്ലേ, എന്തെങ്കിലും പ്രശ്നം മൂടി വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രശ്നം കുത്തിപ്പൊക്കിയിട്ട് വലിയ രീതിയിൽ പ്രശ്നം അതിനെ കണ്ണുപൊടിയിടും ജനങ്ങളുടെ. ഇപ്പം എന്ത് പ്രശ്നം വരുമ്പോൾ ദിലീപിൻ്റെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നില്ലേ, അതേമാതിരിയാണ് പാകിസ്ഥാനിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരിക, ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവമായിരിക്കും അവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അസിം മുനീർ എല്ലാ പട്ടാള ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ട് അതിർത്തിയിൽ വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? സർക്രീക്ക്, അതായത് ഗുജറാത്ത് പാകിസ്ഥാൻ ബോർഡറാണ് സർക്രീക്ക്. ഏകദേശം 96 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കടലെടുക്കാണ് ഈ സർക്രീക്ക് എന്ന് പറഞ്ഞത്. ആ സർക്രീക്കിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനിലെ കുറച്ച് ദിവസം മുന്നേ ഏകദേശം 1500 അമേരിക്കൻ സൈനികരെന്ന് വെച്ചാൽ അതിൽ നാവികസേന ഉദ്യോഗസ്ഥരുണ്ട്, എയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട്, കരസേന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഏകദേശം 1500 പാകിസ്ഥാൻ എത്തിയിട്ടുണ്ട്. അത് ഈ സർക്രീക്കിൻ്റെ മേഖലയിലാണോ അല്ല ഈ കറാച്ചി സൈഡിലാണോ എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ എക്സാക്ട് എവിടെയാണ് വന്നതെന്നുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തിനായാലും പാകിസ്ഥാൻ സൈനികർ അവിടെ ഉണ്ട്, അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്. അതായത് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ മൊത്തത്തിലൊന്ന് കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ കയറി അടിക്കും. അതിനുവേണ്ടി ഈ സർക്രീക്ക് ഗുജറാത്ത് മേഖലയിലേക്കായിരിക്കും ചിലപ്പോൾ അറ്റാക്ക് വരാൻ സാധ്യത ഉള്ളത്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഏകദേശം 3000-ഓളം പാക് സൈനിക ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇറാൻ ഈ ബലൂചിസ്ഥാൻ ആ ഒരു ഏരിയ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ഏരിയയിൽ
ഈ പാകിസ്ഥാൻ്റെ, അതായത് നമ്മുടെ കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ചില്ലേ, അതേമാതിരി പാകിസ്ഥാനെ ഇപ്പോൾ പറയപ്പെടുന്നത് പാകിസ്ഥാൻ ആണവോർജ്ജം സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു സ്ഥലം ഈ ഈ ബലൂചിസ്ഥാൻ ബോർഡറിലാണ്, ബലൂചിസ്ഥാൻ പെഷവാർ ബോർഡറിലാണ്. അങ്ങനത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട് എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ, കിരാന ഹിൽസിൽ ബോംബ് പൊട്ടിച്ചപ്പോൾ എന്തായിരുന്നു അവിടെ കണ്ടേ? ആ ബോംബ് 2 ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഇത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചത്. പാകിസ്ഥാൻ കയ്യെ കാലെ പിടിച്ച് അമേരിക്ക വിളിച്ചു, അതായത് എങ്ങനെയെങ്കിലും നിർത്തിത്താ, ഇല്ലെങ്കിൽ ഇവന്മാർ ഈ കിരാന ഹിൽസിലെ മൊത്തം ആണവോർജ്ജം ഇവന്മാർ അടിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പല പല പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എസ്കലേറ്റൽ, അതായത് വലിയ രീതിയിൽ ഗ്ലോബൽ എസ്കലേഷൻ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ ഒന്ന് വഴങ്ങിക്കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് അവിടെ ആണവോർജ്ജം ഉണ്ടെന്ന്. ആണവോർജ്ജം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും റിക്ടർ സ്കെയിലിൽ 4.5ഉം 4.7 2 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. അതെന്ന് വെച്ചാൽ ഈ ബ്രഹ്മോസ് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടായത് എന്നാണ് പിന്നീട് വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സമാനമായ സാഹചര്യത്തിൽ, അതായത് അതിൻ്റെ റിയൽ ഓണർ, അവിടെയുള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവോർജ്ജത്തിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയും സൗദിയാണെന്ന് ശരിക്കും ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇറാനും നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇറാൻ്റെ പക്കലും അത്തരം ഡീറ്റെയിൽസ് വന്നു. അതെവിടെയാണുള്ളത്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കിരാന ഹിൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവോർജ്ജമൊക്കെ ഈ ബലൂജ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച്, അതായത് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇറാൻ വലിയ രീതിയിലുള്ള അറ്റാക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് നാണക്കേട് പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കക്കും കൂടിയാണ്. ആ ആണവോർജ്ജം അടിച്ചു കളയാൻ ഈ ഇന്ത്യ ചെയ്ത മാതിരി ഇറാനും ചെയ്ത് കഴിഞ്ഞാൽ പണി പാടും. അത് അമേരിക്കയുടെ മണ്ടക്കിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായ സൂചന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ കയറി അടിക്കും, അതായത് പാകിസ്ഥാനിൽ കയറി ബലൂജിൽ കയറി അടിക്കാൻ വേണ്ടി ഇറാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ജനതയിൽ നിന്ന് കണ്ണിപ്പൊടിയിടാൻ, അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിൽ കയറി അമേരിക്ക അടിച്ച് ആ സമയം തന്നെ, അത് ഇറാൻ്റെ തിരിച്ചടി നോക്കണ്ട, ആ തിരിച്ചടിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ആക്രമിക്കാനാണ് ഈ പാകിസ്ഥാൻ പട്ടാളം അസിം മുനീറൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയോടും കൂടെ ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു, ഇവന്മാരുടെ വെപ്പൺസൊക്കെ, പാകിസ്ഥാൻ ഉപയോഗിച്ച വെപ്പൺസൊക്കെ അമേരിക്കൻ ചൈനീസ് മെയ്ഡ് വെപ്പൺസ് ആയിരുന്നു. അതിന് കളിപ്പാട്ടങ്ങളുടെ വില പോലും ഇല്ല എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. ഇൻ കേസ് ഇറാനും കയറി ഈ ബലൂജിൽ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒന്ന് ആലോചിച്ച് നോക്കി, അമേരിക്കയ്ക്ക് പിന്നെ എന്ത് വിലയുണ്ടാവുക? അത് തടയാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും വേണ്ട, ആ ബേസ് അവിടെ ആണവോർജ്ജം സൂക്ഷിച്ചിട്ടിരുന്ന സ്ഥലമോ അമേരിക്കയുടെ ഒരു ക്യാമ്പുള്ള സ്ഥലത്തോ കയറി അടിച്ചാൽ തന്നെ വലിയ രീതിയിൽ നാണക്കേടായിരിക്കും അവർക്ക്. അപ്പോൾ അതിനെ തടയാനുള്ള സംവിധാനം പോലും അവർക്കില്ലെന്നതിൽ ഒരു ചോദ്യം വരും. അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിൽ, വെപ്പൺ മാർക്കറ്റിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. ഓൾറെഡി ഇന്ത്യ വലിയൊരു തലക്കടിയാണ് അമേരിക്കക്കും ചൈനക്കും തുർക്കിക്കൊക്കെ കൊടുത്തത്. ആ സമയത്ത് ഇവന്മാർ ഒരു ഡ്രോൺ പോലും, ഒരു ആയുധം പോലും നമ്മുടെ ഭൂമിയിൽ ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. അപ്പോൾ അത് തന്നെ വലിയൊരു അടിയാണ് ഇവർക്ക്. അപ്പോൾ ഈ സമയത്ത് ഇറാനും ചേർന്നിട്ട് ഈ അമേരിക്ക അങ്ങ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അമേരിക്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ നാണം കെടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതിനൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു പാകിസ്ഥാൻ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടാതെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കാതെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യ കയറി ചൊറിയുന്നു, ഇന്ത്യ കയറി അങ്ങോട്ട് അടിക്കുന്നു. ഇവരെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് ഇതിനിടയിൽ കൂടെ ഇറാൻ എന്തെങ്കിലും അമേരിക്കയ്ക്ക് ദോഷം വരുത്തി വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് ഏതൊക്കെ തരത്തിൽ ഇവന്മാർ കളിക്കുന്നില്ല കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് പിൻകൂട് സഹിതം ഇന്ത്യക്ക് അറിയാം എന്താണെന്നില്ല. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചു കൊടുത്താണ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. പിന്നെ അമേരിക്കക്ക് കാണിച്ചു കൊടുത്താണ് ഈ താരിഫും ഈ വിഷയങ്ങളും ഇത്തരമില്ല അന്താരാഷ്ട്ര ഈ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രഷർ, ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച പ്രഷറുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഇന്ത്യക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വിളവ് അധികം കളി ഇറക്കി കഴിഞ്ഞാൽ അതിലപ്പുറത്തെ കളി കളിക്കുന്നവരാണ് ഇന്ത്യ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.